ഇപ്പൊ പറഞ്ഞു മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോയി കഴിഞ്ഞാൽ അവരെ കാണാതായാൽ പിന്നെ അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കണമെങ്കിൽ 7 വർഷം കാത്തിരിക്കണം എന്നുള്ളൊരു നിയമമുണ്ട്. 7 വർഷം കഴിഞ്ഞാലേ അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കാൻ പറ്റുള്ളൂ. അതൊക്കെ ഈ സർക്കാർ മാറ്റും, ഒരു സംശയം വേണ്ട. പക്ഷെ മുഖ്യമന്ത്രി പറഞ്ഞതായിട്ട് കാണുന്നത് കടലിൽ കാണാതാകുന്നവർക്ക് ആനുകൂല്യം നൽകാൻ 7 വർഷം കാത്തിരിക്കണം എന്ന നിയമം UDF മാറ്റും. അത് അദ്ദേഹം കാര്യങ്ങൾ മനസ്സിലാക്കാത്ത ഒരാളാണെങ്കിൽ എന്തോ അറിയാതെ പറഞ്ഞു പോയതാണെന്ന് പറയും. നമുക്ക് ഓർമ്മയില്ലേ ഓഖി ദുരന്തം. ഓഖി ദുരന്തമുണ്ടായ ഘട്ടത്തിലാണ് നമ്മുടെ രാജ്യത്ത് എവിടെയും ഇല്ലാത്ത തരത്തിലുള്ള ഇടപെടൽ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് വന്നു. കാരണം ഇതുമായി ബന്ധപ്പെട്ട് നഷ്ടപരിഹാരം നൽകൽ ചെറിയ തുകയായിരുന്നു. നഷ്ടപരിഹാരം നൽകുന്നതിനുള്ള സാങ്കേതിക പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ നിയമപ്രശ്നം, സാങ്കേതിക പ്രശ്നം, ഇത്തരം നൂലാമാലകൾ അതിൻ്റെ ഭാഗമായി ഒരു തടസ്സവും ഉണ്ടാകാൻ പാടില്ല എന്ന നിലപാട് തന്നെ സംസ്ഥാന സർക്കാർ എടുത്തു. അതിൻ്റെ ഭാഗമായി ആ സമയത്ത് കണ്ടെത്താൻ കഴിഞ്ഞില്ല എത്ര പേരെ? 33 പേരെ. രാജ്യത്തെവിടെയും നൽകാത്ത രീതിയിലുള്ള നഷ്ടപരിഹാരമാണ് നമ്മൾ നൽകിയത്. അവരോടാണ് ഈ നിയമം UDF മാറ്റുമെന്ന് പറയും. നമ്മൾ മാറ്റിയതാണല്ലോ, കീഴ്വഴക്കമുണ്ടല്ലോ, അതനുസരിച്ച് നടപടികൾ സ്വീകരിക്കാമല്ലോ. ഓഖി ഘട്ടത്തിൽ സ്വീകരിച്ച നടപടികൾ ഇപ്പൊ സ്വീകരിച്ചാൽ മതിയല്ലോ. കാണാതായവരുടെ കാര്യത്തിൽ അത്തരം നടപടികളിലേക്ക് കടക്കാമല്ലോ. നമ്മൾ ഓർക്കേണ്ടത് ആ ഘട്ടത്തിൽ 22 ലക്ഷം രൂപ വീതമാണ് ധനസഹായം നൽകിയിരുന്നത്. ചില സംസ്ഥാനങ്ങളിലെ മത്സ്യത്തൊഴിലാളികളുടെ പ്രക്ഷോഭം നടന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. കേരളം ഇങ്ങനെ ചെയ്തിരിക്കുന്നു, ഞങ്ങൾക്ക് കേരളത്തിന്റെ മാതൃകയിലുള്ള സഹായം ലഭിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നടന്ന പ്രക്ഷോഭം. ആ തരത്തിലുള്ള ഇടപെടലായിരുന്നു നമ്മുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ നമ്മൾ സൃഷ്ടിച്ച കീഴ്വഴക്കമുണ്ടല്ലോ. കുടുംബനാഥൻ നഷ്ടപ്പെട്ട കുടുംബത്തിന് ജോലി, കുട്ടികൾക്ക് വിദ്യാഭ്യാസം, അവരുടെ സംരക്ഷണം, അതിനായി 2035 വരെ 13.5 കോടി രൂപ ട്രഷറിയിൽ നിക്ഷേപിക്കൽ, ഇവയെല്ലാം നടന്ന നാടാണിത്. അതിൻ്റെ അനുഭവമുള്ളവരാണ് തീരദേശത്തെ മത്സ്യത്തൊഴിലാളികൾ. അത് നമ്മൾ ഓർക്കാതിരിക്കരുത്. അപ്പോൾ ഒരു നിയമ സാങ്കേതിക നൂലാമാലകളും ഇതിനൊന്നും തടസ്സമായി വന്നിട്ടില്ല. അപ്പോൾ ആ വസ്തുതകൾ മുഖ്യമന്ത്രി പരിശോധിച്ചിട്ടില്ല എന്നാണ് തോന്നുന്നത്. ഏതായാലും ഇതെല്ലാം ഉണ്ട് എന്ന് അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കുകയാണ്.